ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 10, ഒന്നാമത്തെ വായനാ ഭാഗം 1 ദിനവൃത്താന്തം 27-ാം അധ്യായം. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ദേവാലയത്തിൽ ആവശ്യമായ ആൾക്കാരുടെ അതിന് വേണ്ടുന്ന ആൾക്കാരെ അവരുടെ നേതാക്കന്മാരെ ഒക്കെയും തിരഞ്ഞെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കുകയായിരുന്നില്ല, മറിച്ച് അപ്പോയിൻ്റ് ചെയ്യുകയായിരുന്നു. അതാണ് കറക്റ്റ് വാക്ക് എൻ്റെ. അങ്ങനെ ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വായിക്കുന്നത് അവരുടെ സഹസ്രാധിപന്മാരും ഭവനത്തലവന്മാരും ശതാധിപന്മാരും ആളെണ്ണ പ്രകാരം സംവത്സരത്തിലെ സകല മാസങ്ങളിലും മാസാന്തരം വരികയും പോവുകയും ചെയ്യുന്ന അതത് കൂറുകളുടെ ഓരോ പ്രവൃത്തിയിലും രാജാവിന് സേവ ചെയ്തു പോകുന്ന അവരുടെ പ്രമാണികളും ആകെ 24,000 പേർ. അപ്പോൾ ഓരോ മാസവും രാജാവിൻ്റെ കൊട്ടാരവും രാജാവിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വേല ചെയ്യുന്നവർക്ക് 12 മാസം 12 കൂറുകളായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുകയും അതിന് നേതാക്കൻ്റെ തിരഞ്ഞെടുക്കുകയും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ തിരഞ്ഞെടുക്കലുമൊക്കെയാണ്. അപ്പോൾ ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് അതെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഖണ്ഡികയിൽ വിവരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവന്മാരെന്നാണ്. അതിൽ രൂബേന്യർക്ക്, അതുപോലെ ശിമയോന്യർക്ക്, പിന്നെ ലേവ്യർക്ക്, പിന്നെ ലേവ്യരിൽ അഹരോന്യർക്ക് വേറെ ഒരു ഗോത്രത്തലവനായിട്ട് അങ്ങനത്തെ ആള്. പിന്നെ കാണുന്നത് യഹൂദയ്ക്കൊരു തലവൻ, ഇസാഖാറിൻ്റെ തലവൻ, സെബൂലൂന്, നഫ്താലി, പിന്നെ എഫ്രൈമ്യർ, മനശ്ശയുടെ പാതി ഗോത്രത്തിന്, പിന്നെ ഗിലെയാദിലെ മനശ്ശയുടെ പാതി ഗോത്രത്തിന്, അപ്പുറം ഇപ്പുറയും, അതായത് യോർദാൻ അക്കരെ ഇക്കരയും മനശ്ശയുടെ പാതി ഗോത്രങ്ങളുണ്ട്. ആ 2 ഗോത്രങ്ങൾക്കും പ്രത്യേകം തലവന്മാർ. ബെന്യാമീന് ഒരു തലവൻ, ദാനിനൊരു തലവൻ. അപ്പം ഇങ്ങനെ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രങ്ങൾക്കും പിന്നെ ഓരോ പ്രത്യേകമായിട്ട് ഈ അഹരോന്റെ കുലത്തിനും, അതുപോലെ തന്നെ മനശ്ശയുടെ ഗോത്രത്തിന് പാതി ഗോത്രങ്ങൾക്കും പ്രത്യേക തലവന്മാരെ നിയമിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ് രാജാവിൻ്റെ ഭണ്ഡാരത്തിൻ്റെ കാവൽക്കാരനെ നിയമിക്കുന്നുണ്ട്. അതുപോലെ പാണ്ഡികശാലകൾക്ക് ആളെ വെക്കുന്നുണ്ട്. വയലിൽ വേല ചെയ്യുന്ന കൃഷിക്കാർക്ക്, പിന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക്, പിന്നെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വീഞ്ഞെടുക്കുമ്പോൾ ആ വീഞ്ഞ് സൂക്ഷിക്കാനുള്ള നിലവറകൾക്ക് മേൽവിചാരകൻ, ഒലിവ് വൃക്ഷങ്ങൾക്ക്, അതുപോലെ താഴ്വീതിയിലെ കാട്ടത്തികൾക്ക്, അതിനൊക്കെ മേൽവിചാരകന്മാർ. പിന്നെ നമ്മൾ കാണുന്നത് എണ്ണ സൂക്ഷിച്ച് വെക്കുന്ന എണ്ണ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഒലിവെണ്ണയാണ്. പിന്നെ വേറെ എണ്ണകൾ കാണും, എന്നാൽ ഒലിവെണ്ണ ഉൾപ്പെടെയുള്ള എണ്ണ സൂക്ഷിച്ച് വെക്കുന്ന നിലവറകൾക്ക് മേൽവിചാരകൻ. പിന്നെ നാൽക്കാലികൾക്ക് മേൽവിചാരകൻ. പിന്നെ നമ്മൾ കാണുന്നത് ഒട്ടകങ്ങൾക്ക്, രാജാവിൻ്റെ ഒട്ടകങ്ങൾക്ക് ഇതുപോലെ മേൽവിചാരകൻ, കഴുതകൾക്ക് മേൽവിചാരകൻ. അങ്ങനെ ദാവീദിൻ്റെ വസ്തുവകകൾക്കെല്ലാം അങ്ങനെയുള്ള ആളുകൾ, വസ്തുവും വകയും കാര്യങ്ങളും എല്ലാത്തിനുമൊക്കെ ഇത്തരം ആളുകളെയും അത് നിയമിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത് ദാവീദിൻ്റെ ചിറ്റപ്പനായ യോനാഥാൻ ബുദ്ധിമാനായ ഒരു മന്ത്രിയും ശാസ്ത്രിയുമായിരുന്നു. ഹക്കുമോനിയുടെ മകനായ യഹിയേൽ രാജകുമാരന്മാരുടെ സഹവാസിയായിരുന്നു. പിന്നെ ദാവീദിൻ്റെ രാജമന്ത്രി അഹീത്തോഫേലിന് ശേഷം ബെനയാമിൻ്റെ മകനായ യഹോയാദയും അബ്യാഥാരും മന്ത്രിമാരാകുന്നതും. പിന്നെ ഹൂശായി എന്നൊരാളുണ്ട്, അദ്ദേഹത്തിന് രാജമിത്രം എന്നാണ്, രാജാവിൻ്റെ മിത്രമായിട്ട് ഒരു ഹൂശായി. പിന്നെ രാജാവിൻ്റെ സേനാധിപതി യോവാബ്. ഇത്രയും ആൾക്കാരാണ് അക്കാലത്ത് ദാവീദ് രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേര് വിവരം. അതാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ആളുകളെയൊക്കെ നിയമിക്കുന്നത് കഴിഞ്ഞ അധ്യായങ്ങളിൽ ദേവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചായിരുന്നു. ഇന്ന് ദാവീദിൻ്റെ രാജാവിൻ്റെ കൊട്ടാരം വകകളും സംബന്ധിച്ചുള്ള ആളുകളെ സംബന്ധിച്ചുള്ള പേര് വിവരങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചത്. രണ്ടാമത്തെ വായനാഭാഗം യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം. ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ വചനമാണ്, അറിയിപ്പാണ്. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നത് അഭിസംബോധന ചെയ്യുന്നത് ഇസ്രായേൽ പർവ്വതങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അത് പറയുന്നത്. അവിടെ പറയുന്നത്, നിങ്ങൾ
ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും നിങ്ങൾ വായാളികളുടെ അധരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ ഈ പാഴായിരിക്കുന്ന ശൂന്യ പ്രദേശങ്ങൾ നിർജ്ജനം ചുറ്റുമുള്ള ജാതികൾ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവരോടാണ് ഈ പറയുന്നത്. ഞാൻ നിശ്ചയമായി, അതായത് ഈ അന്യജാതികൾ അല്ലെങ്കിൽ മറ്റുള്ള ദേശങ്ങൾ, രാജ്യങ്ങൾ അവർ നിങ്ങളോട് കാണിച്ചതിന് പറയുന്നത്, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീക്ഷ്ണതാഗ്നിയോട് സംസാരിക്കും. അതാണല്ലോ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ കണ്ടതും. അവർ എൻ്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്ദാഭാവത്തോടും കൂടി തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. അതുകൊണ്ട് ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ക്രോധത്തോടും ഞാൻ സംസാരിക്കുന്നു, എൻ്റെ തീക്ഷ്ണതയോടും ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ അത് ചെയ്യുന്നത് നിങ്ങൾ ജാതികളുടെ നിന്നയെ വഹിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് ലോകത്തിന് മുമ്പിൽ നിന്നാപാത്രമായി തീർന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ എഹെസ്കേൽ പ്രവചനം എഴുതപ്പെടുന്ന കാലഘട്ടം. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ദൈവം ഇത് എഹെസ്കേൽ പ്രവാചകനോട് സംസാരിക്കുന്നത്, ജനത്തോട് സംസാരിക്കുന്നതായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. പിന്നെ എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുക കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പിൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും. അപ്പോൾ ഇപ്പം ദൈവം ഇവർക്കെതിരെയാണ്, പക്ഷെ എന്നാൽ ദൈവം അവരിലേക്ക് തിരിയുന്ന, അവർക്ക് അനുകൂലമാകുന്ന ഒരു കാലഘട്ടത്തെപ്പറ്റി, അവരുടെ അനുഗ്രഹത്തെ പറ്റിയാണ് പിന്നെ തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നത്. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗ്രഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികളുണ്ടാകും, ശൂന്യപ്രദേശങ്ങളെയും പണിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം ഞാൻ നന്മ നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ ഇത് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചില വാക്കുകളാണ്, ശക്തമായ വാക്കുകളാണ്, ആശ്വാസം തരുന്ന വാക്കുകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. എൻ്റെ താഴോട്ട് വീണ്ടും വായിക്കുമ്പോൾ, ഇസ്രായേൽ ഗ്രഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മലിനമാക്കി. എൻ്റെ മുമ്പാകെ അവരുടെ നടപ്പ് ഋതുവായൊരു സ്ത്രീയുടെ മാലിന്യം പോലെയായിരുന്നു. അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയ നിമിത്തവും ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിന്തിച്ചു. ഇപ്പോഴും ജാതികളുടെ ഇടയിലാണ് ഇപ്പോൾ ഇവർ യഹൂദ ഉള്ളത്. വടക്കേ ഇസ്രായേൽ രാജ്യം അശൂര്യരാൽ പിടിക്കപ്പെട്ടും ഒക്കെ പോയിട്ടുണ്ട്. പല രാജ്യങ്ങളിലാണ് അവരായിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ വായിക്കുന്നത്, അവർ ജാതികളുടെ ഇടയിൽ വന്നു ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം, അവൻ്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്നവർ അവരെക്കുറിച്ച് പറയുമാറാക്കി. അപ്പം അങ്ങനെ അശുദ്ധമാക്കി. അവരെൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നി. അപ്പോൾ ദൈവത്തിന് മഹത്വം ലഭിക്കേണ്ടിടത്ത് ദൈവം നിന്ദിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം സ്വന്തം ജനം ഇസ്രായേൽ വലിയ ദൈവജനമായിരുന്നു പറഞ്ഞു. അവരെ ഇന്നിപ്പം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്. ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തെന്ന് പറയുന്നതും കാണും. ദൈവത്തിന് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. മറ്റുള്ള അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും ബാബേൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. അത് ക്ഷീണിതനായ ശക്തിയില്ലാത്തൊരു ദൈവമാണ് എന്നുള്ള നിന്ദയും കേട്ടുണ്ടാവും. അപ്പം അതൊക്കെ ദൈവത്തിൻ്റെ ആ നിലവാരത്തിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിന് കഴിവില്ലാത്ത ദൈവമായി മാറുന്ന, ജാതികളുടെ ഇടയിൽ മാറുന്നൊരവസ്ഥയാണ്. അതിനെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കപ്പെട്ടതിനെക്കുറിച്ച് എനിക്ക് അയ്യോ. അതുകൊണ്ട് നിങ്ങൾ, ഇസ്രായേൽ ഗൃഹത്തിനോട് പിന്നെയും പറയാണ്, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധ നാമത്തെ നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും. ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കും. അപ്പം നിങ്ങളിൽ തന്നെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്, വേറെ ആരിലുമല്ല. ഇസ്രായേൽ ജനത്തിൽ തന്നെയാണ് ദൈവം വിശുദ്ധീകരിക്കപ്പെടും. ഞാൻ യഹോവ എന്നവർ അറിയും. അതാണ് ദൈവം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും എന്നൊക്കെ നമ്മളിവിടെ വായിക്കുന്നത്. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും.
ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അപ്പം ഇങ്ങനെ ദൈവം അവർ കൊടുക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി വിശദമായി തന്നെ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവർ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ. ഞാൻ എൻ്റെ നിമിത്തമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങളെ നിമിത്തമല്ല. നിങ്ങളെ നിമിത്തമാണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്തു തരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അത്ര കണ്ട് ഇപ്പോഴും നിങ്ങൾ നേരെയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ വഴിപോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടക്കുന്ന പ്രദേശത്ത് കൃഷി നടക്കും. അപ്പോൾ ഇന്ന് യെരുശലേമോ അല്ലെങ്കിൽ യഹൂദ ദേശമോ ഇസ്രായേൽ ആകമാനമോ ഒക്കെ കിടക്കുന്നത് ആളുകൾ ഉപേക്ഷിച്ചു പോയ ഒരു സ്ഥലം പോലെയാണ്. അവിടെ എല്ലാം ശൂന്യമായി കിടക്കുകയാണ്, അവിടെ ഒന്നുമില്ല. അപ്പം അതെല്ലാം ശൂന്യമായെടുത്ത് നിന്ന് എല്ലാം സമൃദ്ധി ഉണ്ടാക്കുന്ന ഏദൻ തോട്ടം പോലെ സമൃദ്ധിയായി തീർന്ന ഒരു കാലത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ച് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരുശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവയെന്ന് അറിയും. ഇപ്പം ഇവിടെ ഇസ്രായേൽ പർവ്വതങ്ങളെ എന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് തന്നെയാണ്, ഇസ്രായേലിനെ സംബന്ധിച്ചാണ്, അവിടുത്തെ ദൈവമക്കളെ സംബന്ധിച്ചാണ്. അപ്പം അവർ ഇനി വരാനിരിക്കുന്ന കാലത്ത് ആട്ടിൻകൂട്ടം പോലെ മനുഷ്യരെ കൊണ്ട് നിറയും എന്ന് പറയുന്ന ആശ്വാസകരമായ, ഇന്നവർ നിന്ദിക്കപ്പെട്ടും അല്ലെങ്കിൽ വ്യസനം കൊണ്ടും അല്ലെങ്കിൽ തങ്ങളുടെ പണ്ടുണ്ടായിരുന്ന പ്രതാപകാലത്തെ നന്മയുള്ള സ്വന്തം ദേശത്ത് വസിച്ചിരുന്ന കാലത്തെ സംബന്ധിച്ചൊക്കെ ഓർത്ത് നെടുവേർപ്പെടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. അവിടെയാണ് എസ്കേൽ പ്രവാചകനിലൂടെ ദൈവം വരാനിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നതിനെ സംബന്ധിച്ച് ദൈവം അവരോട് അരുളി ചെയ്യുന്നത്. മൂന്നാമത്തെ വായനാഭാഗം, നാം വീണ്ടും സുവിശേഷത്തിലേക്ക് തിരിച്ചു വരികയാണ്. 3 ലൂക്കോസ് വരെയുള്ള സുവിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വായിച്ച് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 4-ാമത്തേതും അവസാനത്തേതുമായ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതിൻ്റെ 1-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ ദൈവം പറയുന്ന വചനമാണ്, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ആദിയിൽ വചനമല്ലല്ലോ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ആദിയിൽ ഉണ്ടായിരുന്ന വചനമല്ല, ദൈവമാണ്. ആ വചനം ദൈവത്തോട് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് അങ്ങ് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനല്ല, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പം ആദിക്ക് വചനം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ദൈവമുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്. ദൈവത്തിൻ്റെ വചനം എപ്പോൾ ഉണ്ട്? ദൈവം വചനം പറയുമ്പോഴുണ്ട്. ദൈവം ഉണ്ടായിരിക്കുമ്പോഴോ വചനം അവിടെ ഇല്ല. അപ്പോൾ ദൈവമുണ്ടായിരുന്നു, ദൈവം വചനം പറഞ്ഞു, വചനം ദൈവമായിരുന്നു. അപ്പം അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ആദിയിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ പക്കലുണ്ടായിരുന്ന വചനം എന്നർത്ഥത്തിലല്ല, ആദ്യം ഉണ്ടായിരുന്ന വചനം എന്നർത്ഥത്തിലല്ല. ഈ നമ്മളിന്ന് തുറന്നു വെച്ച് വായിക്കുന്ന ഈ പുതിയ എല്ലാ പുസ്തകത്തിലെ എല്ലാ വാക്യങ്ങളും വചനങ്ങളും ദൈവത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല, ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, പ്രവാചകന്മാരെ കണ്ടിട്ടില്ല, അപ്പോസ്തലന്മാരെ കണ്ടിട്ടില്ല. നമ്മുടെ മുമ്പിൽ ആകെയുള്ളത് ഈ കറുത്ത പുസ്തകത്തിലെ വെളുത്ത പേജുകളും അതിലെ കറുത്ത വരകളും മാത്രമാണ്, അക്ഷരങ്ങളും മാത്രമാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. നീ കൊല ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മളെന്താ കാണുന്നത്? കൊല ചെയ്യരുതെന്ന് പറയുന്ന വചനമാണോ, ആ വചനം പറഞ്ഞ ദൈവത്തെയാണോ? അപ്പം അവിടെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, വചനം ദൈവമായിരുന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ഇത് ഒത്തിരി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഭാഗമാണ്, അതുകൊണ്ട് ഇത്തിരി സമയമെടുക്കും, ക്ഷമിക്കണം. എന്നിട്ട് അവിടെ ഈ വചനത്തെ അവൻ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അത് വചനത്തെ ഒരു പുരുഷ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ദൈവം അത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവിടെ അവൻ 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 എന്ന് പറയുന്നത് വചനമാണ്. എന്നിട്ട് പിന്നെ പറയുന്നു, വീണ്ടും 6-ാമത്തെ വാക്യത്തിൽ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യന് വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവിടെ വീണ്ടും അവൻ എന്ന് പറഞ്ഞിട്ട്
കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ വന്നു. എന്നാൽ അവൻ വെളിച്ചമായിരുന്നു. അപ്പോൾ ഒരു വെളിച്ചം വരാനുണ്ട്. ആ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് അവൻ വന്നത്. അവൻ ആരാണ്? അവൻ യോഹന്നാനാണ്, യോഹന്നാൻ സ്നാപകൻ. എന്നിട്ട് വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടവനായിരുന്നു യോഹന്നാൻ. ആ സാക്ഷ്യമാണ് യോഹന്നാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 9-ാമത്തെ വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് മുതൽ വന്നുകൊണ്ടിരുന്നു? ഉൽപ്പത്തി മുതലേ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് ഒരു സമയത്ത് അത് എത്തി. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അപ്പോൾ എല്ലാം ഈ വെളിച്ചത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉണ്ടായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവിടെ പറയുന്ന അവൻ ക്രിസ്തുവല്ല, മറിച്ച് ദൈവമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഇവിടെ അവനെന്ന് പറയുന്നത്, ആദ്യം വചനത്തെക്കുറിച്ച് അവനെന്ന് പറയുന്നു, പിന്നെ യോഹന്നാൻ സ്നാപകനെ അവനെന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ അവനെന്ന് പറയുന്ന ഭാഗമുണ്ട്, അതുപോലെ തന്നെ ദൈവത്തെയും അവനെന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയാതെ വചനം ജഡം ധരിച്ചു എന്നൊക്കെ പറയുന്ന ഭാഗം താഴേക്ക് വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ആദ്യമേ ഈ കാര്യങ്ങളെ പറഞ്ഞു വരുന്നത്. അവിടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്തെ ജനിച്ചത്. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. അപ്പം നിത്യജീവൻ അവകാശമായി വരുന്ന ഒരു മനുഷ്യനും ജഡത്തിൻ്റെ ഇഷ്ടത്താൽ, ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇഷ്ടത്താൽ ജനിച്ചവരല്ല. അങ്ങനെ ജനിച്ചവരെല്ലാം മരണത്തോടുകൂടെ ആ ജനനത്തിൻ്റെ അന്ത്യം കഴിഞ്ഞു. പിന്നെ ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുന്നത് അവൻ ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഇഷ്ടത്താൽ ജനിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ്. അവിടെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരാണ്, ദൈവം ജനിപ്പിക്കുന്നവരാണ്. എന്നിട്ട് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പം വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വചനം ജഡമായി തീരുന്നത്? ഒരു വചനത്തിനും ജഡമായി തീരാനൊക്കത്തില്ല. എന്നാൽ വചനം ജഡമായി തീർന്നത് ഒരു വചനമല്ല, പഴയ നിയമ പുസ്തകത്തിലെ അനേകം വചനങ്ങളാണ് ജഡമായി തീർന്നത്. അതിൽ ആദ്യം കാണുന്നത് വചനമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന വചനം. സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും, അവൻ നിൻ്റെ തല തകർക്കും എന്ന് പറയുന്ന ആ സന്തതി, സ്ത്രീയുടെ സന്തതി, ആ സന്തതി യേശുക്രിസ്തുവാണ്. അപ്പം അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വചനം, അത് ജഡമായി തീർന്നു. ആ വചനമാണ് ജഡമായി തീർന്നത്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവന് ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് എന്താ പറയുന്നത്, നിത്യപിതാവ്, അത്ഭുത മന്ത്രി എന്നൊക്കെയും പേർ വിളിക്കും എന്ന് പറയുന്നതും ഒരു വചനമാണ്, ജഡമായി തീരാനിരിക്കുന്ന വചനം. അപ്പോൾ ഈ ജഡമായി തീർന്നു എന്ന് പറയുന്നതൊക്കെയും ഒരു വചനത്തെയല്ല. അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്, ഏത് വചനമാണ് ജഡമായി തീർന്നതെന്ന് ചോദിക്കുമ്പോൾ ഏത് ഉത്തരം പറയും? അപ്പം അവിടെയാണ് ഞാൻ ഈ പറയുന്ന ഉത്തരം. ഒരു വചനമല്ല, അനേകം വചനങ്ങൾ, അനേകം പ്രവചനങ്ങൾ നിവൃത്തിയായി എന്നർത്ഥമാണ് വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ എല്ലാ വചനങ്ങളും, എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായി തീരുന്നതിനെ സംബന്ധിച്ചാണ് വചനം ജഡമായി തീർന്നു. അങ്ങനെ ആ ജഡമായി തീർന്ന വചനം കൃപയും സത്യവും നിറഞ്ഞവനായി, അതൊരു മനുഷ്യനായി. ആ മനുഷ്യൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന്, അപ്പം ദൈവത്തിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. ഏത് യോഹന്നാനാണ്? യോഹന്നാൻ സ്നാപകൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. യേശുക്രിസ്തു എത്തുന്നതിന് മുമ്പേ എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ്റെ എനിക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഇതാണ്.
ഇപ്പം എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം ഉൽപ്പത്തി 3-ാം അധ്യായം മുതലുണ്ട്. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ യോഹന്നാൻ സ്നാപകൻ ജനിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. ആക്ച്വലി എനിക്ക് മുമ്പുണ്ടായില്ല. എനിക്ക് 6 മാസം ശേഷമാണ് യേശുക്രിസ്തു ഉണ്ടായത്. പക്ഷെ അവിടെ പറയുന്നത് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കുറിച്ചുള്ള പ്രവചനം വരുന്നതിന് മുമ്പേ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം ഉണ്ടായിരുന്നു. അവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവൻ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും, അവന് അധികാരം കൂടുതലുണ്ട്. ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. കേട്ടോ, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു. എൻ്റെ പിന്നാലെ വരുന്നവനാണ്. ഞാൻ ജനിച്ച് 6 മാസം കഴിഞ്ഞ് ജനിച്ചവനാണ്. എന്നെ നിങ്ങളിപ്പോൾ കാണുന്നു, അവനെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. അവനെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും. അവൻ പിന്നെ എനിക്ക് മുമ്പനായി തീരും എന്നാണ്. എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും, ഇപ്പോൾ വായിക്കുന്ന എനിക്കും നിങ്ങൾക്കും അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെ ന്യായപ്രമാണത്തിലെ യാഗങ്ങളൊക്കെ മാറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അത് അവിടെ ലഭിച്ചത് ന്യായപ്രമാണമാണ്, മോശയിലൂടെ ലഭിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ലഭിച്ചത് കൃപയും സത്യവും ആണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ പിതാവിൻ്റെ മടിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ, അന്ന് ഇത് പറയുമ്പോൾ പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നവനല്ല, ഇത് ക്രിസ്തു പിന്നെ അതെ പറയുമ്പോൾ, എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്ന സമയത്താണ് പിതാവിൻ്റെ മടിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് അതങ്ങനെയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തുടക്ക സമയത്ത് അങ്ങനല്ല. ഇതിപ്പോൾ ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം കഴിഞ്ഞ് സ്വർഗ്ഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ മടിയിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന സമയത്താണ് എഴുതുന്നത്. അത് പറയുമ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു 18 വാക്യത്തിനകത്ത് വളരെ പ്രധാനമായ ലോകം മുഴുവനും പലതരത്തിൽ തെറ്റിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സത്യം ഇതിനകത്തുണ്ട്. അത് മനസ്സിലാക്കി അതിൻ്റേതായ അർത്ഥത്തിൽ അതിനെ ഗ്രഹിക്കേണ്ടതാണ്. തെറ്റായ വിശ്വാസത്തിലൂടെ നമ്മൾ പോയാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തില്ല, വഴി മാറി നടക്കേണ്ടി വരും. അങ്ങനെ സഞ്ചരിക്കുന്നവരെ ദൈവം അവരെ അംഗീകരിക്കുന്നില്ല. ദൈവം ക്രിസ്തു പറയുന്നത് ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ അവർ പറയും, ഞാൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി ഒക്കെ ചെയ്തു, പക്ഷേ എന്നാലും ഞാൻ നിന്നെ അറിയുന്നില്ല, നീ ആരാ എന്ന് ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്നവരോട് യേശുക്രിസ്തു പറയുകയാണ്, നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നാൽ, അപ്പം ഞാൻ നീയായിട്ടുള്ള ബന്ധം, ആ ബന്ധം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഭൂതങ്ങൾ പുറത്താക്കുന്നതിനല്ല, എൻ്റെ വചനം പ്രമാണിക്കുന്നത്. എൻ്റെ വചനം പ്രമാണിക്കണം, എൻ്റെ വചനം അറിയണം. എൻ്റെ വചനം അറിയണമെങ്കിൽ അത് ഈ പുസ്തകത്തിൽ നിന്ന് സത്യമായിട്ടുള്ളത് വായിച്ച് മനസ്സിലാക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല, അതങ്ങനെ തന്നെയാണോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വായിച്ചന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ നിൽക്കണം എന്നുള്ളതാണ്. അപ്പം അത്തരം ഒരു വായനയ്ക്ക്, അത്തരം ഒരു അറിവിന് നമ്മളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അതിനകത്ത് ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയും ക്രിസ്തുവിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ക്രിസ്തു ഇവിടെ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നത്, യേശുക്രിസ്തു സ്നാനം ഏൽക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെ കണ്ടെത്തുന്നത്, അവരെ സ്വീകരിക്കുന്നത്, അതിൽ പത്രോസ്, അന്ത്രയോസ്, പിന്നെ ഫിലിപ്പോസ് ഒക്കെയും നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താഴോട്ട് അതൊക്കെയും അങ്ങനെ വായിച്ചു പോവുകയാണ്. ശിഷ്യന്മാരെ സ്വീകരിക്കുന്നത്, ശിഷ്യന്മാരാക്കി പലരെയും ആക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അവസാനിക്കുന്നത്. നന്ദി. നമുക്ക് ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ മനസ്സലിവ്, അങ്ങനെ മനസ്സലിവ് കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ദൈവത്തെ അറിയാനും ക്രിസ്തുവിനെ അറിയുവാനും ഈ പുസ്തകം വായിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടുന്നത്. നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ടോ നമ്മൾ വിശുദ്ധരായതുകൊണ്ടോ നമ്മൾ കേമന്മാരായതുകൊണ്ടോ
നമ്മൾ മാനുഷിക ശക്തിയുള്ളവരുണ്ടോ ഒന്നുമല്ല, മറിച്ച് ദൈവം നമ്മളോട് കാണിച്ച കരുണ തന്നെയാണ്. അതുകൊണ്ട് ആ കരുണയ്ക്കൊത്തവണ്ണം നമ്മളുമായി തീരണം. നമ്മൾ സത്യത്തിൽ നടക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. മുമ്പ് പഠിച്ച കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ഒന്നുകൂടി പരിശോധിക്കുവാനും നമുക്ക് ഇടയാകണം. നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പലതും കേട്ടറിവുകളാണ്, വായിച്ചറിവുകളല്ല. കേട്ടറിവുകൾ ശരിയായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് ശരിയാകുന്നതായിരിക്കാം. പക്ഷേ അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ പുസ്തകത്തിൽ നിന്നാണ്. പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോഴും നമുക്ക് ഒരു വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ വായിച്ചാലും പറഞ്ഞാലും കേട്ടാലും ഒക്കെയും ആ വിശ്വാസം തന്നെയാണ് നമ്മൾ വായിക്കുമ്പോഴാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ പ്രാർത്ഥനയോടെ, ഒരു വിവേചന ബുദ്ധിയോടെ ഈ വചനത്തെ സമീപിച്ചുകൊണ്ട് ദൈവത്തോട് പറയാം, ദൈവമേ, ഞാൻ ഇന്ന് അറിയുന്ന കാര്യങ്ങളൊക്കെയും ഞാനത് സത്യമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അത് എൻ്റെ കേട്ടറിവുകൾ മാത്രമാണ്, ഞാൻ വചനത്തിൽ നിന്ന് ഗ്രഹിച്ചതല്ല. എന്നാൽ ഞാൻ വചനത്തിലേക്ക് നോക്കുന്നു. വചനം അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ എൻ്റെ ദൈവമേ അങ്ങയുടെ വചനം. ഞാൻ അന്വേഷിക്കുകയാണ് കർത്താവേ. ഞാൻ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങയുടെ പുസ്തകം, ജീവൻ്റെ പുസ്തകം, ദൈവം വചനമാകുന്നു എന്ന് പറഞ്ഞ ഈ വചനത്തിലേക്ക് ദൈവത്തെ കാണുവാൻ ശ്രമിക്കുകയാണ്. ദൈവം പറഞ്ഞ സത്യത്തെ കാണാൻ ശ്രമിക്കുകയാണ്. അങ്ങ് എനിക്കത് വെളിപ്പെടുത്തണമേ. സത്യമായതിൽ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. ആ സത്യത്തിൽ നിൽക്കുന്നവർ അറിവാണ് വിശ്വാസമായി പരിണമിക്കേണ്ടത് എന്ന് അവിടുന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. ആ അറിവിനെ യഥാർത്ഥ അറിവാക്കി സത്യത്തെ എന്നെ അറിയിക്കണമേ. എനിക്കതിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്. സത്യത്തിലൂടെ ലഭിക്കുന്ന പരിജ്ഞാനവും അതുവഴി ലഭിക്കുന്ന അനുഗ്രഹവും, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവമേ, എന്നെ സഹായിക്കണമെന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടെ നിങ്ങൾ പുസ്തകം തുറന്നു വെച്ച് വായിക്കാനും കേൾക്കാനും ശ്രമിക്കാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന, നോവ് ഒക്കെ ദൈവം അറിയുകയും നിങ്ങളെ ഓരോരുത്തരെയും സത്യത്തിലേക്ക് നടത്തുകയും ചെയ്യും. അതിനുള്ള ആഗ്രഹം ഉണ്ടാകണം. ഇല്ല, ഞാൻ അറിയുന്നതൊക്കെ തന്നെയാണ് സത്യം, എനിക്കിതിൽ നിന്ന് പുറത്തേക്ക് വരണ്ട, ഇത് തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തുകയില്ല എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മിച്ചവരോട്ടെ. പ്രാർത്ഥനയോടെ ഇതിലേക്ക് നോക്കുക. ദൈവം ഇന്ന് ഭൂമിയിൽ പലർക്കും, ഒരുപാട് പേരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം വെളിപ്പെടുത്തിയ വചനസത്യങ്ങളെ താങ്കൾക്കും വെളിപ്പെടുത്തി തരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദി.